നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നവവിധ ഭക്തിയുടെ രണ്ട് ഭാഗങ്ങളായിട്ടുള്ള ശ്രവണത്തെ പറ്റിയും കീർത്തനത്തെ പറ്റിയും നാം നേരത്തെ കണ്ടുകഴിഞ്ഞു. ഇന്ന് നാം നോക്കാൻ പോകുന്നത് സ്മരണത്തെ പറ്റിയാണ്, അതായത് മൂന്നാമത്തെ ഭാഗം. ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള സൗന്ദര്യത്തെ പറ്റിയും മഹത്വത്തെ പറ്റിയും അദ്ദേഹത്തിന്റെ ലീലകളെ പറ്റിയും അനുകമ്പയെ പറ്റിയും എപ്പോഴും നനച്ചുകൊണ്ട് ഇരിക്കുന്നതിനെയാണ് സ്മരണം എന്ന് പറയുന്നത്. സ്മരണത്തിന്റെ പ്രാധാന്യത്തെ പറ്റി ഭഗവാൻ ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും പല ഭാഗങ്ങളിലും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതില് 6ാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയിലെ 30ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് ഇപ്രകാരം പറയുന്നുണ്ട്. യോമാം പശ്യതി സർവത്ര സർവം ചാമയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സാജാമേന പ്രണശ്യതി. എവിടെയും ഞാൻ കുടികൊള്ളുന്നതായും എല്ലാം എന്നിൽ അടങ്ങുന്നതായും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല, എനിക്ക് അവനും നഷ്ടപ്പെട്ടു പോവില്ല എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് ഭഗവത്ഗീതയിൽ പറയുന്നു. കൃഷ്ണാബോധം ഉദിച്ച ഒരു വ്യക്തി എല്ലായിടത്തും ഭഗവാൻ ശ്രീകൃഷ്ണനെ ദർശിക്കുന്നു, എല്ലാം ശ്രീകൃഷ്ണ ഭഗവാനിൽ അധിവസിക്കുന്നുവെന്ന് കരുതുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി ഭൗതിക പ്രകൃതിയുടെ എല്ലാ ആവിഷ്കാരങ്ങളിലും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശക്തിയെ കാണുന്നു. അവൻ എല്ലായിടത്തും ഓരോന്നിലും ഭഗവാൻ ശ്രീകൃഷ്ണനെ ദർശിക്കുന്നു. കൃഷ്ണൻ ആണ് എല്ലാത്തിന്റെയും നാഥനെന്നും ഭഗവാൻ ഇല്ലാതെ ഒന്നും നിലനിൽക്കുകയില്ലെന്നും അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്നു. അങ്ങനെ നിരന്തരമായിട്ടുള്ള ആ ഭഗവത് സ്മരണയിലൂടെ ഭക്തൻ കൃഷ്ണൻ ഭഗവാനുമായിട്ട് കൂടുതൽ അടുക്കുകയും കൃഷ്ണൻ ഭക്തന്റെ സർവസ്വമായി തീരുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഭക്തൻ കൃഷ്ണ പ്രേമത്തില് പൂർണ്ണത നേടുകയും ചെയ്യുന്നു. ബ്രഹ്മസംഹിതയില് ബ്രഹ്മാവ് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രേമാഞ്ജനച്ചുരിത ഭക്തി വിലോചനേന സന്തഃ സദൈവ ഹൃദയേഷു വിലോകയന്തി യശ്യാമ സുന്ദരമചിന്യ ഗുണസ്വരൂപം ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. ഭക്തന്റെ പ്രേമാഞ്ജനം എഴുതിയ കണ്ണുകൾക്ക് എപ്പോഴും ദൃശ്യനാകുന്ന ആ ആദിപുരുഷനായിട്ടുള്ള ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു. ഭക്തന്റെ ഹൃദയത്തിലാണ് ശാശ്വതമായ ശ്യാമസുന്ദര രൂപത്തിൽ അങ്ങ് വാഴുന്നത്. ഇത് ബ്രഹ്മദേവൻ ബ്രഹ്മസംഹിതയിൽ പറഞ്ഞു തരികയാണ്. ഇങ്ങനെയുള്ള ഒരവസ്ഥയില് ഭക്തന്റെ കണ്ണുകളിൽ നിന്ന് ഭഗവാൻ ഒരിക്കലും മറയുന്നില്ല. എപ്പോഴും ആ ഭക്തന് ഭഗവാനെ ഇങ്ങനെ ദർശിക്കുവാനായിട്ട് ഒരനുഗ്രഹം ലഭിക്കുകയും ചെയ്യുന്നു. ഭഗവത്ഗീതയിൽ 8ാമത്തെ അധ്യായത്തിലെ 7ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഒന്ന് നോക്കാം. തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധജ മയി അർപ്പിത മനോബുദ്ധിർ മാമേ വൈശിഷ്യ സംശയ. അല്ലയോ അർജുന, എന്നെ ശ്രീകൃഷ്ണ രൂപത്തിൽ എപ്പോഴും ഓർമ്മിക്കുക, അതോടൊപ്പം തന്നെ തന്റെ നിയത കർമ്മമായിട്ടുള്ള യുദ്ധം നിർവഹിക്കുകയും ചെയ്യുക. സ്വകർമ്മങ്ങളെല്ലാം എനിക്കായി അർപ്പിച്ചും മനോബുദ്ധികൾ എന്നിൽ ഉറപ്പിച്ചും ഇരുന്നാൽ എന്നെ പ്രാപിക്കും, അതിന് സംശയമില്ല എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തങ്ങളുടെ നിർദ്ദിഷ്ട കർമ്മം നിർവഹിക്കുന്നതിൽ നിന്ന് പിന്തിരിവാനായിട്ട് ആരെയും പ്രേരിപ്പിക്കുന്നില്ല. ആ പ്രവർത്തികൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ഭഗവത് സ്മരണ പുലർത്തുകയും ആവാം. അങ്ങനെ ജീവനെ ഭൗതിക കൽമഷങ്ങൾ ബാധിക്കാതിരിക്കാനും മനോബുദ്ധികളെ ഭഗവാനിൽ ഏകാഗ്രീകരിക്കാനും ഇത് സാധിക്കുന്നു. അതുപോലെ തന്നെ കൃഷ്ണനാമോച്ചാരണം ഭക്തനെ പരമ ഉത്കൃഷ്ടമായിട്ടുള്ള കൃഷ്ണ ലോകത്തിൽ എത്തിക്കും എന്നതിനും യാതൊരു സംശയവുമില്ല. ഭഗവത്ഗീതയിൽ ഇതേ അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് കൂടി നമുക്ക് ഒന്ന് നോക്കാം. അഭ്യാസ യോഗ യുക്തേന ചേതസാനന്യഗാമിന പരമം പുരുഷം ദിവ്യം യാതി പാർത്ഥാനു ചിന്തയൻ. ആരാണോ പരമ ദിവ്യോത്തമ പുരുഷനായിട്ട് എന്നെ ആരാധിക്കുന്നത്, ആരാണോ മാർഗത്തിൽ നിന്നും വ്യതിചലിക്കാതെ എപ്പോഴും മനസ്സിൽ എന്നെ സ്മരിക്കുന്നത്, അല്ലയോ പാർത്ഥ, അങ്ങനെയുള്ള ഒരു വ്യക്തി നിശ്ചയമായിട്ടും എന്നെ പ്രാപിക്കും. ഇതാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഒരു ഭക്തന് തന്റെ ആരാധനാമൂർത്തിയായ ഭഗവാനെ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിലൂടെ
നാരായണൻ, രാമൻ, കൃഷ്ണൻ എന്നിങ്ങനെയുള്ള ഏത് രൂപത്തിലും സ്മരിക്കാം. അത് അങ്ങനെയുള്ള പതിവായിട്ടുള്ള ആ ജപത്തിലൂടെ അയാളെ ശുദ്ധീകരിക്കുന്നു. അതുപോലെ തന്നെ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം നിരന്തരം ചെയ്യുക വഴി തന്റെ മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിക്കുവാനായിട്ടും സാധിക്കുന്നു. ഒരു പുഴു ശലഭമായി തീരാനുള്ള തീവ്ര അഭിലാഷം മൂലം ആ ജന്മത്തിൽ തന്നെ ശലഭമായി തീരുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് നിരന്തരം നാം എടുക്കുന്ന ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഭഗവാൻ കൃഷ്ണനെ നിരന്തരം സ്മരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൃഷ്ണന്റേതുപോലെയുള്ള രൂപം നമുക്ക് നേടാവുന്നതുമാണ്. സ്മരണയുടെ ഉത്തമ ഉദാഹരണം, അതായത് സ്മരണത്തിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടിയ ഭഗവത് ഭക്തന്മാരിലെ ഉത്തമ ഉദാഹരണമാണ് പ്രഹ്ലാദ മഹാരാജാവ്. എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ് പ്രഹ്ലാദ മഹാരാജാവ്. മഹാവൈഷ്ണവനായിട്ടുള്ള നാരദ മഹർഷിയുടെ കാരുണ്യത്താല് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, ഏകദേശം 5 വയസ്സിൽ തന്നെ ഈശ്വര സാക്ഷാത്കാരം നേടിയ ഒരു മഹത് വ്യക്തിയാണ് പ്രഹ്ലാദ മഹാരാജാവ്. തന്റെ പിതാവായിട്ടുള്ള, അതായത് നിരീശ്വരവാദിയും രാക്ഷസ രാജാവുമായ ഹിരണ്യകശിപുവിൽ നിന്ന് വളരെയധികം ദുരന്തങ്ങളും നേരിടേണ്ടി വന്നപ്പോഴും ഭഗവാൻ നാരായണനെ സ്മരിക്കുന്നതിൽ നിന്നും ഒട്ടും അദ്ദേഹം വിട്ടുവീഴ്ച കാണിച്ചില്ല. നിരന്തരം ഭഗവാൻ നാരായണനെ സ്മരിക്കുകയും നാരായണ നാമം ജപിക്കുകയും അദ്ദേഹം ചെയ്തിരുന്നു. ഇതറിഞ്ഞ ഹിരണ്യകശിപു വളരെയധികം കോപാകുലനാവുകയും തന്റെ മകനെ വധിക്കുന്നതിന് വേണ്ടിയുള്ള പലവിധ പദ്ധതികളും പ്ലാൻ ചെയ്യുകയും ചെയ്തു. കൊടും വിഷം നിറഞ്ഞ സർപ്പങ്ങളുടെ ഇടയിൽ പ്രഹ്ലാദ മഹാരാജനെ വിട്ടു. അതുപോലെ തന്നെ വളരെയധികം ഉയർച്ചയുള്ള മലയുടെ മുകളിൽ നിന്ന് വലിച്ചെറിഞ്ഞു. എരിയുന്ന എണ്ണയിൽ വലിച്ച് എറിഞ്ഞു. അതുകൂടാതെ ആനകളെ കൊണ്ട് ചവിട്ടി കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളും ഏർപ്പാടാക്കി. എന്നാല് ഭഗവാനെ നിരന്തരം സ്മരിച്ചുകൊണ്ടിരുന്ന ആ പ്രഹ്ലാദ മഹാരാജാവ് ആ ദുരിതങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടുകയും ചെയ്തു. താൻ ആരാധിക്കുകയും സ്മരിക്കുകയും ജപിക്കുകയും ചെയ്യുന്ന നാരായണൻ തൂണിലും തുരുമ്പിലുമുണ്ട് എന്ന് ഉള്ള പ്രഹ്ലാദ മഹാരാജാവിന്റെ വാക്കിനെ അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഭഗവാൻ ശ്രീകൃഷ്ണൻ നരസിംഹമൂർത്തിയുടെ രൂപത്തിൽ വരികയും ഈ രാക്ഷസനായിട്ടുള്ള ഹിരണ്യകശിപുവിനെ വധിച്ച് പ്രഹ്ലാദ മഹാരാജാവിനെ രക്ഷിക്കുകയും ചെയ്തു. ഏത് ദുരിതങ്ങളിലും ബുദ്ധിമുട്ടുകളിലും എത്ര യാതനകളും അനുഭവിക്കേണ്ടി വന്നെങ്കിലും പ്രഹ്ലാദ മഹാരാജാവ് ഭഗവത് സ്മരണ കൈവിട്ടില്ല. അതുപോലെ തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ എപ്പോഴും സ്മരിക്കുന്ന ഒരു ശുദ്ധനും ഉത്തമനുമായിട്ടുള്ള ഭക്തൻ തന്റെ ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും അസന്തുഷ്ടി അനുഭവിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു ഉദാഹരണം നമുക്ക് നമ്മുടെ ജീവിതത്തിലും, പ്രഹ്ലാദ മഹാരാജാവിന്റെ ഉദാഹരണം നമ്മുടെ ജീവിതത്തിലും നമുക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരാം. അതായത് പലവിധ ബുദ്ധിമുട്ടുകളും നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നാം നേരിടും. എങ്കിലും നാം ഭഗവാനെ സ്മരിക്കുന്നതിൽ നിന്നും ഒട്ടും മാറി നിൽക്കാനായിട്ട് പാടില്ല. എപ്പോഴും ഭഗവാനെ സ്മരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഭഗവത് നാമം ജപിക്കാനായിട്ടും നാം മറക്കരുത്. രാമായണത്തിലെ സ്മരണത്തിന് ഉദാഹരണം നാം നോക്കുകയാണെങ്കിൽ അതിന് ഉത്തമ ഉദാഹരണം സീതാദേവിയാണ്. രാക്ഷസ രാജാവായ രാവണൻ തട്ടിക്കൊണ്ടുപോയി അശോകവനത്തിൽ ഇരിക്കുമ്പോഴും സീതാദേവി രാമചന്ദ്ര ഭഗവാനെ സ്മരിക്കാത്ത ഒരു നിമിഷം പോലും ഉണ്ടായിരുന്നില്ല. തിരിച്ച് രാമചന്ദ്ര ഭഗവാൻ രാക്ഷസനിൽ നിന്ന് സീതാദേവിയെ രക്ഷപ്പെടുത്തി അയോധ്യയിൽ എത്തിയ സമയത്ത് സീതാദേവിയെ അഗ്നി ശുദ്ധിക്ക് ഇരയാക്കുന്നതിന് വേണ്ടിയിട്ട് അഭിപ്രായങ്ങൾ വന്നു. ആ സമയത്തും സീതാദേവി പറഞ്ഞത് താൻ രാമചന്ദ്ര ഭഗവാനെ മറന്ന ഒരു നിമിഷം എങ്കിലും ഉണ്ടെങ്കിൽ അഗ്നിയിൽ ചുട്ട് ചാമ്പലായി പോകട്ടെ എന്നാണ്. അതായത് ഒരു നിമിഷം പോലും സീതാദേവി രാമചന്ദ്ര ഭഗവാനെ മറന്ന് അദ്ദേഹത്തെ സ്മരിക്കാതെ ഇരുന്നിട്ടേ ഇല്ല. അതാണ് നമ്മൾ സീതാദേവിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ആ സ്മരണത്തിന്റെ പ്രാധാന്യം സീതാദേവി നമുക്ക് മനസ്സിലാക്കി തന്നു. ഇനി ഭാഗവതത്തിലെ 6ാമത്തെ സ്കന്ധത്തിലെ 18ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് നമുക്ക് ആ ശ്ലോകം കൂടി ഒന്ന് നോക്കാം. നാരായണ പരസർവ ന കുതസ്ഥന ബിഭ്യതി സ്വർഗാപവർഗോ നരകേശ്വാവി തുല്യാർത്ഥ ദർശന. പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ സർവാത്മന മുഴുകുന്ന ഒരു ഭക്തന് തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു സാഹചര്യത്തിലും ഭയം ഉണ്ടാകുകയില്ല. സ്വർഗീയ ഗ്രഹങ്ങള്, നരകം, നരകീയ ഗ്രഹങ്ങള്, മോക്ഷം എന്നിവയെല്ലാം അവർക്ക് ഒരുപോലെയാണ്. കാരണം അവർ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ മാത്രമാണ് അവരുടെ മനസ്സിനെ ഉറപ്പിക്കുന്നത്. അത് മാത്രമാണ് അവരുടെ ജീവിത അഭിലാഷവും. അവരുടെ ജീവിതത്തിൽ സ്വന്തമായിട്ടുള്ള ഒരു സ്വാർത്ഥ അഭിലാഷങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും തന്നെ ഇല്ല.
ഭഗവാൻ ശ്രീകൃഷ്ണനെ എപ്പോഴും സ്മരിക്കുക. അതുപോലെ തന്നെ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ നാം നമ്മുടെ സമയം മുഴുവൻ ഭക്തിയുത സേവനത്തിനായിട്ട് നാം ചിലവഴിക്കുകയും ചെയ്യണം. അങ്ങനെ ചിലവഴിക്കുകയാണെങ്കിൽ നാം മുമ്പ് ഭഗവാൻ പറഞ്ഞ ഭഗവത്ഗീതയിലെ ശ്ലോകം ഭഗവാൻ പറഞ്ഞത്, അങ്ങനെ എപ്പോഴും സ്മരിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ഭഗവത് ധാമത്തിൽ എത്തിച്ചേരും. അത് ഭഗവാൻ തരുന്ന ഒരു ഉറപ്പാണ്. അതുകൊണ്ട് സ്മരിക്കുക. നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു ഭക്തിയുടെ ഒരു പ്രക്രിയയാണ് സ്മരണം. ആർക്കും സാധിക്കും. പ്രത്യേകം നമുക്കൊരു സമയം കണ്ടെത്തേണ്ടതായിട്ട് ആവശ്യമില്ല. പ്രത്യേകമായിട്ട് നമുക്കൊരു സ്ഥലത്തിന്റെയും ആവശ്യമില്ല. എപ്പോഴും നമുക്ക് ഭഗവാനെ സ്മരിക്കാം, ഏത് സാഹചര്യത്തിലും. ഇത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും പ്രാക്ടീസ് ചെയ്യേണ്ട, പരിശീലിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും ഈ ഒരു പ്രക്രിയ തീർച്ചയായിട്ടും ഭഗവാനെ സ്മരിക്കാൻ സമയം കണ്ടെത്തുമെന്ന് വിശ്വസിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹരേ കൃഷ്ണ.